നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പാക്ക് നമുക്ക് ഫേസ് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ മുഖത്ത് വന്ന പാടുകളൊക്കെ മാറാനും, മുഖത്തൊരു വന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനും, ഡാർക്ക് സ്പോട്ട് ഉണ്ടായത് അതൊക്കെ മാറാനും, നല്ല വെളിച്ചം വരില്ലേ മുഖത്തേക്ക്. ഒരു ഇരുണ്ട മുഖത്തിന് പെട്ടെന്നൊരു വെളിച്ചം വന്നാൽ നല്ലൊരു കളർ തോന്നില്ലേ, ആ ഒരു നല്ല പെട്ടെന്ന് ആ ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ നമ്മളെ ഈ പാക്ക് നല്ലപോലെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആകെ നമുക്കൊരു 3-4 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. അതും അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മതി. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ഒരുപാട് വട്ടം ട്രൈ ചെയ്ത സാധനമാണ്. എവിടെയെങ്കിലും പെട്ടെന്ന് പോകുമ്പോൾ മുഖം ഡള്ളെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഈ ഒരു സാധനം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്, എൻ്റെ പേര് ദീപാന. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യം പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈര്, ഇതുപോലെയുള്ള നല്ല കട്ട തൈര്, ഒരു ഭയങ്കര പുളിപ്പിൽ ഒരു മീഡിയം പുളിപ്പുള്ള കട്ട തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ച് പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക, അല്ലെങ്കിൽ 1/2 സ്പൂണ് ബീട്രൂട്ടിൻ്റെ പൗഡർ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ബീട്രൂട്ടിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക, 1/2 മതി. അതിന് ശേഷം നമുക്ക് ആവശ്യം 1 സ്പൂൺ നിറച്ച് നമ്മുടെ അരിപ്പൊടി 1 സ്പൂണാണ് വേണ്ടത്. അതിൻ്റെ പകുതിയാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസോ പൗഡറോ എടുക്കേണ്ടത്. അതുപോലെ തന്നെ 1 സ്പൂൺ തന്നെയാണ് ഞാൻ അതിലേക്ക് തൈരും കട്ട തൈരും ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് 3 കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ മുഖത്ത് പെട്ടെന്നൊരു ഗ്ലോ കൊണ്ടുവരാൻ, കളർ കൊണ്ടുവരാൻ, പെട്ടെന്ന് നമ്മുടെ കളർ ചില ദിവസം നോക്കുമ്പോൾ നമുക്കൊരു ഒരു മൂടിയ പോലെ നമ്മൾ മുഖം മൂടിക്കെട്ടിയിരിക്കണമെന്നൊക്കെ പറയില്ലേ, എന്നിട്ട് കാണാൻ ഒരു ഇതും ഇല്ലാതിരിക്കും ചില ദിവസങ്ങളിൽ. ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് നോക്കുക, പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ഗ്ലോ വരും. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട്, ആ ദിവസം നമ്മുടെ മുഖം ഏറ്റവും ഡള്ളായിരിക്കും. ആ സമയത്ത് ഇതൊന്ന് ചെയ്താൽ മതി. വീട്ടിൽ തന്നെ ഉണ്ടാവും നമ്മുടെ തൈരാണെങ്കിലും, അതുപോലെ തന്നെ ബീട്രൂട്ട് ഉണ്ടാവും, ബീട്രൂട്ട് പൗഡർ ഇല്ലേച്ച് കൂടി ബീട്രൂട്ട് ഉണ്ടാവും, അരിപ്പൊടി ഉണ്ടാവും. ഇത് 3ൻ്റെ കൂടെ ഇനി നമുക്ക് ആവശ്യം പാലാണ്. ഞാനിവിടെ പച്ചപ്പാൽ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പാലിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ തൈര് കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ ഞാൻ ചെയ്ത് നോക്കിയതിൽ എനിക്ക് കൂടുതൽ റിസൾട്ട് തോന്നിയത് നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, പൊട്ടറ്റോ ജ്യൂസ്, ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത് ഇതിൻ്റെ ഇരട്ടി റിസൾട്ടാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ പൊട്ടറ്റോ ഉണ്ടായിരുന്നത് ഞാൻ കറിക്ക് വേണ്ടി എടുത്തു, അതുകൊണ്ട് പൊട്ടറ്റോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലാണ് ഇതിൽ ഒഴിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പാലൊഴിക്കുക. പാൽ നല്ല തന്നെയാണ്. പാൽ നമ്മുടെ സ്കിൻ ഗ്ലോ കൊണ്ടുവരാൻ നല്ലപോലെ സഹായിക്കുന്നതാണ്. പൊട്ടറ്റോ ആണെന്ന് വെച്ചാൽ അടിപൊളിയാണ് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് പൊട്ടറ്റോ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. നമുക്ക് പാൽ വെച്ചിട്ട് മുഖത്തിന് ഗ്ലോ കൊണ്ടുവരാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനമാണ് പാല്. നമുക്ക് നോക്കാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ, എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ചിലവർ പറയാറുണ്ട് ബീട്രൂട്ട് തേക്കുമ്പോൾ മുഖം അല്ലാതെ കറക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ കുറേ അങ്ങോട്ട് ബീട്രൂട്ട് മാത്രം എടുക്കാതെ കുറച്ച് കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റിയിൽ മറ്റുള്ള സാധനങ്ങൾ എടുത്തിട്ട് കുറച്ച് അതിനേക്കാളും കുറവിൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസോ പൗഡറോ ആണെച്ചാൽ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ആ ഒരു റിസൾട്ട് തിളക്ക മുഖത്തിന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുഖം കറക്കണമെന്നുള്ളൊരു കംപ്ലയിൻറ്റ് വരില്ല കേട്ടോ. ഫസ്റ്റൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം. ബീട്രൂട്ട് ഇട്ട് മുഖം കഴുകി കളഞ്ഞാൽ ഭയങ്കരമായിട്ട് കറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് നമുക്ക് എന്തിൻ്റെ കൂടി ഇട്ട് തേച്ചു പറഞ്ഞാൽ ആ ഒരു റിസൾട്ട് കിട്ടുന്നത് തോന്നിയതിന് ശേഷം ഞാൻ മെല്ലെ ആ ഒരു ബീട്രൂട്ടിൻ്റെ മാത്രമായിട്ട് ഇട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് അത് സൂട്ടാവാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ബീട്രൂട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് പറ്റണില്ല എന്നുള്ളവർക്ക് നമ്മുടെ മുഖമായിട്ടൊന്ന് നമുക്ക് ആ ഒരു ബീട്രൂട്ടിനൊന്ന് ഇണക്കി കൊണ്ടുവരാൻ പറ്റിയ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ. അപ്പം നമ്മളിത് എന്താ ചെയ്യേണ്ടത്, നല്ല കട്ടിക്ക് തന്നെ നല്ല മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ പൊടിയേക്കാളും. അതുമാതിരി തന്നെ തൈര് വേണം കേട്ടോ. ഇതിക്ക് തൈര് ഇല്ലാതെ പറ്റില്ല, തൈര് തീർച്ചയായും വേണം. പാലില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. നമ്മൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. ഇനി ഉരുളക്കിഴങ്ങും ഇല്ല, ഉരുളക്കിഴങ്ങ് പറ്റില്ല എന്നുള്ളവർക്ക് പാലോ അല്ലെങ്കിൽ തക്കാളി ജ്യൂസും എടുക്കാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ മുഖത്ത് നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്ത്, നല്ല കട്ടിക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലൊരു പിശുക്കും കാണിക്കരുത്. അപ്പോഴാണ് ഇതിൽ കൂടുതൽ റിസൾട്ട് എനിക്ക് തോന്നിയത്. ഇത് മുഖത്തൊന്ന് ഇരുന്ന് ഉണങ്ങണം. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. മുഖത്തൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് പറഞ്ഞാൽ
ഒന്ന് വെള്ളം തൊട്ട് നനച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മുഖം കഴുകിയെടുത്താൽ നല്ല കളറ് പറഞ്ഞാൽ നല്ല കളറാണ്. ആരി ഞെട്ടിക്കണ കളർ തന്നെ നമുക്ക് പറയില്ലേ, അതുപോലത്തെ കളറാണ് നമുക്ക് ഇത് തരിക കേട്ടോ. എനിക്ക് അങ്ങനെ അത്ര റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഇപ്പോൾ ഞാനിതാ നല്ല കട്ടിക്ക് തന്നെ ഇട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20-25 മിനിറ്റ് എന്തായാലും വേണ്ടവരും ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റിസൾട്ട് കാണാം. ഇപ്പോൾ ഫേസിലിട്ടിട്ട് ഒരു 10-25 മിനിറ്റോളം ആയിട്ട് കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ ഉണങ്ങി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചോന്ന് പറഞ്ഞാൽ വെള്ളം തൊട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് നനച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് പറഞ്ഞാൽ ഒരു മസാജ് കൊടുക്കുക മുഖത്തിന്. ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ മുഖത്ത് കളറൊന്നും പിടിക്കില്ല. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖത്തുള്ള ആ ഒരു ഡൾനെസ് മാറുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും ഫസ്റ്റ് യൂസിൽ തന്നെ. നമ്മളിത് എപ്പോഴും ഡെയിലി നമുക്കിത് യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തെ പാടുകളും നമ്മുടെ ഡൾനെസ്സും നമ്മുടെ സൺ ടാനും ഒക്കെ മാറി നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കരിമങ്കലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റിത്തരും. കാരണം ഇതിൽ നമ്മുടെ അരി നമ്മുടെ മുഖം വെളുക്കാൻ മാത്രമല്ല, നമ്മളെ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുഖത്ത് പാടുകളും കരിമങ്കലിയൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ മാറാൻ സഹായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തൈരുണ്ട്, ഡൾനെസ് മാറും, പെട്ടെന്ന് ഗ്ലോ കിട്ടും. പാലാണെങ്കിൽ നമ്മുടെ മുഖം നല്ല വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, അതെന്തിനാണെന്ന് വെച്ചിട്ട് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ മുഖത്തുള്ള ഈ കറുത്ത കലകളും പാടുകളും പുള്ളികളൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാലും നമ്മൾ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം കേട്ടോ. ഒരിക്കലും സ്ക്രബ് പോലെയുള്ള അരിപ്പൊടി എടുക്കരുത്. കണ്ടോ, ഇപ്പോൾ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ആയതുകൊണ്ട് നമുക്കിതൊരു ക്രീം പോലെയാണ് നമുക്കിത് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ തരിയായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല. നൈസ് പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് മസാജ് കൊടുക്കാം, നല്ല സോഫ്റ്റായിട്ട് സ്കിന്ന് നോവാത്ത വിധത്തിൽ കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു മസാജ് കൊടുത്തു. ഞാൻ ചെറുതായിട്ടൊരു മസാജാണ് കൊടുത്തു. നിങ്ങൾ കണ്ടുല്ലോ, ഞാൻ വീഡിയോ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. കണ്ടു, മുഖത്തിന് വരണ ആ ഒരു ഗ്ലോയാണ് ഞാൻ കാണിച്ചു തരണം നിങ്ങൾക്ക് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുഖം വെളുക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് ഞങ്ങൾക്ക്. വേണ്ട, നമുക്ക് സ്കിന്നിന് കിട്ടുന്ന ആ ഒരു കളറാണത് ഫസ്റ്റ് യൂസിൽ തന്നെ. ഇപ്പോഴാ നമുക്കിത് തുടച്ചെടുത്താലും ആ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകി എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഫേസിന് കിട്ടിയ ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു ഗ്ലോയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കഴുത്തിലാണെച്ചാൽ നല്ല കറുപ്പായിരുന്നു. എൻ്റെ കഴുത്തിൻ്റെ കറുപ്പ് നിങ്ങൾക്ക് അറിയണതാണ്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അത് നോക്കി നോക്ക്. അത് നമുക്കതൊരു 80% ആ ഒരു കറുപ്പ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ പോയിട്ടുണ്ട്. മുഖത്തിൽ നമുക്ക് 95% നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു മുഖത്തിന് നല്ലൊരു തിളക്കം കൊണ്ടുവരാൻ, നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇത് അടിപൊളിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിത് വിടില്ല. നമ്മുടെ പാക്കിൻ്റെ ഇതേ ഒരു പിങ്ക് കളറാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ലൈറ്റ് പിങ്ക് കളർ നമ്മുടെ സ്കിന്നിനും കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല അടിപൊളി പറഞ്ഞു പറഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി പറഞ്ഞു പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു പാക്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.